വെൽക്കം ടു മൈ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇന്ന് 6-ാം തീയതി, ഇന്ന് തൃക്കേട്ട നക്ഷത്രമാണ്. അപ്പോൾ നമുക്ക് പൂക്കൾ ഇടാൻ തുടങ്ങാം. ഇപ്പോൾ എൻ്റെ അടുത്തൊരു ഓണത്തുമ്പി വന്നിട്ടുണ്ട്. ശരിക്കുള്ള ഓണത്തുമ്പി വരും. കണ്ടാൽ തന്നെ മനസ്സിലായി. എൻ്റെ ബാക്കിലൊക്കെ നല്ല കളർഫുൾ അല്ലേ. ഒരു സ്ഥലത്ത് ഗ്രേ, ഒരു സ്ഥലത്ത് ഗ്രീൻ, ഒരു സ്ഥലത്ത് റെഡ്, ഒരു സ്ഥലത്ത് ഓറഞ്ച്. കുറച്ച് ദിവസമല്ലേ, 6-ാം ദിവസമല്ലേ. അപ്പോൾ ഓണത്തുമ്പികൾ 6-ാം ദിവസം എന്തായാലും 7, 8, 9, 10 4 ദിവസം കൂടിയേ വേണ്ടു. അപ്പം എന്തായാലും കൂടുതൽ നമുക്ക് 10-ാം ദിവസം ഇന്നെ എത്ര തുമ്പി ഉണ്ടാവൂടാ, ആലോചിച്ചോക്ക്. കുറച്ച് ദിവസമായി ഈ വഴി വന്നിട്ട്. ഇവിടുത്തെ പൂ പറിക്കാൻ ഞാൻ ഇത് കുറച്ച് ദിവസമായി വന്നിട്ട് അതോടേക്ക് വന്നേ. കാക്കപ്പൂവാണ് ഏറ്റവും പ്രധാനപ്പെട്ട പൂ. കാക്കപ്പൂണ്ട് തുമ്പികൾ പറഞ്ഞു. ഞാനിപ്പോ കണ്ടു ഈ തുമ്പി അടുത്തേക്ക് വരുമ്പോൾ നല്ല പേര്. ഓണത്തുമ്പി, 2 തുമ്പി. അമ്മ ആടെ ഒരു ഇതാണ് കുട്ടിക്കാരെ കാക്കപ്പൂവ്. അവ നമുക്ക് എനിക്ക് തോന്നി ഓണത്തുമ്പികൾക്ക് ഏറ്റവും ഇഷ്ടം കാക്കപ്പൂവാണെന്ന്. അതുകൊണ്ടായിരിക്കും കാക്കപ്പൂ ഇപ്പൊ കൂടുതൽ വീഴുന്നതും ഓണത്തുമ്പികൾ വരുന്നതും. തുമ്പയൊക്കെ ആരോ വെട്ടിക്കഴിഞ്ഞു. കഴിഞ്ഞ വർഷം നമുക്കിവിടെ എത്ര തുമ്പ കിട്ടുമെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. അത്രയും തുമ്പിണ്ടായിരുന്നു. ഇപ്പോൾ ഞാനവിടെ നോക്കുമ്പോൾ ആകെ 3 തുമ്പിയെ കിട്ടിച്ചുള്ളൂ. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. എങ്കിലും ഞാൻ നോക്കാം. അപ്പോൾ നാളത്തേക്ക് വരുന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് പറിക്കാം. ഇല്ലെങ്കിൽ ഒരു ദിവസമെങ്കിലും കുറേ തുമ്പകൾ വേണം. തുമ്പയാണ് ഓണം ശരിക്കും പറഞ്ഞത്. പൂ പറിച്ചു ബാക്കിയില്ല. ഇപ്പം ഇല്ല പൂ തന്നെ. കളർഫുൾ ഇല്ല. ഇതൊക്കെ കളറടിച്ച പോലെ ഇല്ല കാണും. പക്ഷെ ഇത് കളറടിച്ചല്ല, ഈ ഇലേൻ്റെ ഗുണം തന്നെയാണ്. പിന്നെ ഇത് കാണാൻ നമുക്ക് തോന്നും ഇത് മറ്റേ നമ്മൾ പെയിൻ്റ് അടിച്ച ആരെങ്കിലും പെയിൻ്റ് അടിച്ചിട്ട് നട്ടതാണ്. പക്ഷെ അതൊന്നും അല്ല. അത് കണ്ട ആടെയൊക്കെ എല്ലായിടത്തും ഒരു പെയിൻ്റ് അടിച്ചാലും നടന്നെങ്കിൽ 1000 വർഷം. ഇത് ഇവ തന്നെ വളർന്നു വന്നതാണ്. അത് അവരുടെ ഒരു കഴിവാണ്.
ശരിക്കും പറഞ്ഞാൽ ചേമ്പിലയിൽ വെള്ളം ഉണ്ടാവില്ല, വെള്ളത്തിന് ഒരു നനവുണ്ടാവും. ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. എവിടെയെങ്കിലും നനവുണ്ടോ നിങ്ങളുടെ? ഒന്നുമില്ല. എവിടെയെങ്കിലും നനവുണ്ടോ? ഇല്ല. എനിക്കതിന് തോന്നാനോ. തുമ്പപ്പൂ കിട്ടിയതുകൊണ്ട് നമുക്ക് തുമ്പപ്പൂ ആദ്യം എണ്ണ ഇടാം. ഇത്രയും ദിവസം നമുക്ക് തുമ്പപ്പൂ കിട്ടാത്തതുകൊണ്ട് പിന്നെ തുമ്പ എണ്ണയല്ലേ ഓണം, അത് ഫസ്റ്റ്. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഈ പൂക്കളെല്ലാം വേർതിരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് വലിയത് കുഞ്ഞു പൂക്കളായതുകൊണ്ട് അത് ഒരുമിച്ച് തന്നെ വെക്കാം. എനിക്ക് ഭയങ്കര പാടാം തുമ്പ പറയുന്ന സാധനം വെക്കാം. ഇനി നമുക്ക് അതിൻ്റെ ചുറ്റും ഈ നല്ല ഓണപ്പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവേ, നിന്നെ തഴുകാനായി കുളിർക്കാറ്റിൻ കുഞ്ഞിക്കൈകൾ. ഓണവില്ലൂഞ്ഞാലാടും വണ്ണാത്തിക്കിളിയെ, നിന്നെ പുൽകാനായി കുളിർക്കാറ്റിൻ മാറിക്കാണും. ഓണപ്പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവേ, നിന്നെ പുൽകാനായി കുളിർക്കാറ്റിൻ മാറിക്കാണും. പൂവിളിയെ വരവേൽക്കും ചിങ്ങദിനാവിൻ തൃന്താവനേ, തിരുവോണമേ വരില്ലേ നീ. പൂവിളിയെ വരവേൽക്കും ചിങ്ങദിനാവിൻ വൃന്ദാവനേ, തിരുവോണമേ വരില്ലേ നീ. ഓണപ്പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവേ, നിന്നെ തഴുകാനായി കുളിർക്കാറ്റിൻ കുഞ്ഞിക്കൈകൾ. ഓണവില്ലൂഞ്ഞാലാടും വണ്ണാത്തിക്കിളിയെ, നിന്നെ പുൽകാനായി കുളിർക്കാറ്റിൻ മാറിക്കാണും. ഓണപ്പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവേ, നിന്നെ തഴുകാനായി കുളിർക്കാറ്റിൻ കുഞ്ഞിക്കൈകൾ. ഓണവില്ലൂഞ്ഞാലാടും വണ്ണാത്തിക്കിളിയെ, നിന്നെ തഴുകാനായി കുളിർക്കാറ്റിൻ കൈകൾ. ഇന്നത്തെ കൂട്ടുകാരി